എന്താ കർത്താവെല്ലാം ചെയ്ത നമ്മൾക്ക് വേണ്ടി. Let everyone who is joyful praise the Lord. സന്തോഷമുള്ളവരെല്ലാം കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. Everyone who is joyful praise Hallelujah. the Lord. ഉച്ചത്തിൽ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തേ. Let us praise the Lord with a loud voice. Hallelujah. Praise the Lord. Amen. പണ്ടാണ് ഞാൻ അതങ്ങ് വിട്ടാൻ, ഇനിയും വിടാൻ പോകുന്നില്ല. Earlier times I would have left this at that, but then now I am not going to leave you here. Hallelujah. ഒരിക്കൽ കൂടെ കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. Hallelujah. Let us raise our hands and praise God. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ. Our God doesn't do anything which is not good for തിന്മയ്ക്ക് us. എന്തെങ്കിലും ഭാവിച്ചാലോ അത് നന്മയ്ക്കായി മാറ്റുവാൻ ശക്തനായവൻ. If anything bad happens to us, He'll turn it to good. മരണത്തിൽ നിന്ന് വിടുതൽ നൽകുന്നവൻ. He gives us victory over death. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സന്നിധിയിലാണ് നാം ഇന്ന് പകലായിരിക്കുന്നത്. We are in that God's presence. ആമേൻ. Praise the Lord. Amen. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. That's why I said we should be joyful in the presence of God. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I thank God for this blessed day that He has given ഒരിക്കൽ us. കൂടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമുക്ക് അവസരം ഒരുക്കിയല്ലോ. God gave us one more opportunity to sit in His presence, in His feet. നമ്മുടെ മധ്യത്തിൽ ചില അതിഥികളായി വന്ന പ്രിയപ്പെട്ടവരുണ്ട്. We have some guests with us. അതുപോലെ മറ്റു ചില പ്രിയപ്പെട്ടവർ പേരൻസ് ആയിട്ടുള്ളവരൊക്കെ നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാം ലേറ്റർ വിൽ അക്നോളജ്, അവരെ നമ്മൾ അക്നോളജ് ചെയ്യുന്നതായിരിക്കും. We have some dear ones and our parents, some of our parents with us. We'll acknowledge them later. കർത്താവ് നമ്മളെല്ലാവരെയും ഇന്ന് പകൽ വീണ്ടും സഹായിക്കുമാറാകട്ടെ. Let our God help us today morning. നമ്മുടെ ഈ രണ്ടാഴ്ച ഒരു പ്രത്യേക പ്രാർത്ഥനയുടെ കോൾ ഞാൻ നൽകി. കഴിഞ്ഞ മൺഡേ മോർണിംഗ് മുതൽ നമ്മൾ ദൈവസന്നിധിയിൽ രാവിലെയും വൈകിട്ടും പല രീതിയിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. These 2 weeks God has given us this special call for prayer, and then we have been sitting in God's presence with prayer in the last week. വരുന്ന ആഴ്ചയിലും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. We are continuing that in this coming week as well. കഴിഞ്ഞ ആഴ്ചയിൽ പല സമയങ്ങളിൽ അവസരം കിട്ടിയതനുസരിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. The past week everyone who got opportunity to attend in that prayer meeting, may God bless each of you. ഒന്നും ലൈറ്റായിട്ട് എടുക്കല്ലേ. Don't take anything lightly. ഹല്ലേലൂയ. Amen. ചില സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. Sometimes the spirit of God makes us guides us to do certain things. ദൈവത്തിന്റെ സഭയിൽ ദൈവം പ്രവാചകന്മാരെ ആക്കിയിട്ടുണ്ട്. God has set prophets in His church. He has set apostles in His church. He has set teachers, pastors. ഇങ്ങനെ പല കൃപയുള്ളവരെ അല്ലെങ്കിൽ പല വെളിയോടെ ദൈവം പലരെ ആക്കിയിട്ടുണ്ട്. God has placed people with certain callings in the church. എല്ലാവർക്കും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. But to everyone God has given one purpose. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. Each and everyone should pray. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥന ചിലർക്ക് വേണ്ടി മാറ്റി കൊടുക്കല്ലേ, അവരുടെ ഔട്ട്സോഴ്സ് ചെയ്യല്ലേ. So don't outsource the prayer to certain people. എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു കാര്യം പറയാം. To our dear children, let me say one thing. ഒരു കാലം വരെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരിക്കും. Till certain age your parents will be there to pray for you. പല ഫ്യൂണറൽ സർവീസിൽ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. In many funeral services I've heard this. ഇനിയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാവല്ല പിതാവ് ഇനിയും പ്രാർത്ഥിക്കുവാൻ വേണ്ടി എനിക്കില്ല എന്ന്. I will not have my father or my mother to pray for me. ഞാൻ ഇതുവരെ വന്നത് അവരുടെ പ്രാർത്ഥനയാലാണ്. I have come this far because of their prayers. എൻ്റെ ഒരു സംശയമില്ല. There's no doubt in that. എന്നാൽ ഒരു കാര്യം ഓർക്കണം. But remember one thing. നിങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ when you are children, ഓക്കെ, മറ്റുള്ളവരുടെ പ്രാർത്ഥന നല്ലതാണ്. The prayer of others is good for you. പ്രായമാകുമ്പോൾ മറ്റുള്ളവരുടെ പ്രാർത്ഥന നല്ലതാണ്. Even when you grow up, it's നമ്മുടെ beneficial. ആത്മീയ ജീവിതത്തിൽ ഒരു സമയം വരും നമ്മുടെ ചില ബാറ്റിൽസിനെ, യുദ്ധങ്ങളെ തന്നെ നേരിട്ടേ പറ്റത്തുള്ളൂ. But then in our spiritual life there will be times when we have to face our battles with our own prayers. ഞാൻ എങ്ങനെ മനസ്സിലാക്കിയത് അത് പറയാം. Let me explain to you how I understood this. ഹല്ലേലൂയ. ചില സമയം വരും പിതാവ് മീഡിയേറ്റേഴ്സിനെ അല്ല ദൈവം നോക്കുന്നത്, നമ്മളിൽ നിന്ന് വ്യക്തിപരമായ ഒരു അപ്രോച്ച് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. During certain times God expects a personal approach from us and not from mediators. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ In certain situations ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. The Spirit of God has said like this. അവർക്ക് ആവശ്യബോധം ഇല്ലെങ്കിൽ നിനക്കെന്താ പ്രശ്നമെന്ന്. If they don't care about the problem, what is your problem? അവർക്ക് എൻ്റെ സന്നിധിയിൽ മുഴങ്കാലും മടക്കാൻ മനസ്സില്ലെങ്കിൽ നിന്റെ പ്രോബ്ലം എന്തുവാ? If they cannot sacrifice and bow before in my presence, why are you caring for them? ഞാൻ പറയാം, ചില ജീവിതത്തിലെ ചില വിഷയങ്ങളുടെ വിടുതലിന് നീ ചില ഇഞ്ചുകൾ മാത്രമേ മാറി നിൽക്കുക.
ഡിസ്റ്റൻസ് ഉള്ളൂ. In certain situations in your life, you are keeping away a little bit, certain inches away from God. ഗോഡല്ല, നിന്റെ വിടുതലിൽ നിന്ന് നീ സ്വല്പം ദൂരം മാത്രമാണ്. You're little away from your deliverance. അതിന്റെ കാരണം എന്ന് അറിയാമോ? Do you know why? ഹല്ലേലൂയ. നീ ഇതുവരെ മുഴങ്കാലയിൽ വീഴേണ്ട പോലെ വീണിട്ടില്ല. Because you have not got down on your knees like you should have. അനേകർ നിനക്ക് വേണ്ടി ഇടിവിൽ നിന്നു. Many people അനേകർ നിനക്ക് വേണ്ടി prayed പ്രാർത്ഥിച്ചു. for you, mediated for you, prayed for അനേകർ you. നിനക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി. Many people cried for you. പക്ഷെ ഇപ്പോഴും നീ പിതാവിന്റെ സന്നിധിയിൽ ഒന്ന് മുഴങ്കാൽ മടക്കി അപ്പച്ചന്റെ സന്നിധിയിൽ ഒന്ന് നിലവിളിച്ചിട്ടില്ല. ആ നിലവിളി എന്ന് നടക്കുന്നു അന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാനുള്ള വിടുതൽ വെളിപ്പെട്ടു. But you personally has not prayed in the presence of God, cried in the presence of God and called upon his ഒന്നും name. കൂടെ പറയുന്നു, പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്കൊരു വെളി തരികയാണ്. മടങ്ങി വരിക, ദൈവസന്നിധിയിൽ മുഴങ്കാല് മടക്കുക, നിന്റെ വിടുതലിന്റെ ദിവസങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. Let me repeat that once more. If anyone hearing me, if you have stayed away from God in your prayer life, come back, sit in the presence of God, bow before him and pray and cry out to him. കാരണം പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കാണിക്കുന്നതാണ്. Because prayer shows our relationship with God. ഹല്ലേലൂയ. ഞാൻ പറയാം, എത്ര പ്രസംഗിച്ചാലും പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതിനകത്ത് വലിയ അർത്ഥമില്ല. How much ever you preach, it has no meaning if you don't pray. കാണിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം വേർതിരിക്കുന്നില്ലെങ്കിൽ അതിനകത്ത് അർത്ഥമില്ല. Whatever else you do, if you don't spend time with God in prayer, there is no meaning. Now let's turn our attention to 2 Chronicles chapter 20 verses 3 and 4. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 2-3 വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാം. 3 and 4. 3-4 വാക്യത്തിലേക്ക് നമ്മൾ It says ശ്രദ്ധിക്കാം. Jehoshaphat was terrified by the news and begged the Lord for guidance. He also ordered everyone in Judah to begin fasting. So people from all the towns of Judah came to Jerusalem to seek Lord's help. യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയുടെ സഹായം ചോദിക്കുവാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി സകല യഹൂദ നഗരങ്ങളിൽ നിന്ന് അവർ യഹോവയെ അന്വേഷിക്കുവാൻ വന്നു. We have heard sermons from this portion many times, and I myself have preached from this. ഈ ഭാഗത്തിൽ നിന്ന് നാം അനേകം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. I was so that's why when I got the leading, I was asking God, no, maybe something else I should speak. ഈ നിയോഗം എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ഞാൻ പറയാനിടയായി, ഞാൻ ചിന്തിക്കുവാനിടയായി മറ്റൊന്ന് ഞാൻ പ്രസംഗിക്കണമെന്ന്. But still the Lord was really pressing in my heart to speak about from this portion, so I decided to let God have his way. എന്നാൽ ദൈവം വളരെ അധികമായി ഈ ഭാഗത്തിൽ നിന്ന് തന്നെ പ്രസംഗിക്കണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ഭരമേൽപ്പിച്ചു. And this morning during our prayer line, I read the same verse we have read here today. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥന പ്രയർ ലൈനിലും ഈ ഭാഗം തന്നെയാണല്ലോ നാം വായിച്ചത്. So the question is very simple. When unexpected challenges comes in our life, what should we do? ചോദ്യം ഇതാണ്, അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ നാം എന്ത് ചെയ്യണം? നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ്. We all face challenges unexpectedly. പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ അഭിമുഖീകരിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്ക്. Anybody who has faced a challenge has never faced a challenge unexpectedly, raise your hand. Amen. Praise the Lord. ഞാൻ നോക്കിയിട്ട് ആരും കാണുന്നില്ല. I don't see anybody. നമ്മുടെ എല്ലാ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് പലവിധമായ പ്രതികൂലങ്ങൾ നമ്മൾ ആഞ്ഞടിക്കും. In all our lives we face challenges unexpectedly. ചിലപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ്. We ask why did it happen. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അത് സംഭവിക്കത്തില്ലായിരുന്നു. Sometimes we think if I had done this differently this wouldn't have happened. ഞാൻ ഒരു കാര്യം പറയാം. Let me say this. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ ചലഞ്ചസിനെയും all the challenges which come in our life, ദൈവികമായി നമുക്കതിനെ ഫേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, if we can face all of them in a godly manner, അതിന്റെ അകത്തുനിന്ന് ഒരു വലിയ സാക്ഷ്യം ഉളവാക്കുവാൻ ദൈവം ശക്തനാണ്. there will be a great testimony which can come out of it and God will provide അതിന്റെ that. അകത്തുനിന്ന് ഒരു വലിയ വിടുതൽ വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. God is mighty to bring out a deliverance from that. അത് നിനക്ക് വേണ്ടി മാത്രമല്ല, അനേകരുടെ വിടുതലിന് വേണ്ടി ദൈവത്തിന് അത് ഉപയോഗിക്കുവാൻ കഴിയും. Not just for you but for many others whom you can influence. പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവമുഖം അന്വേഷിക്കുമ്പോൾ ദൈവം മിണ്ടാതിരിക്കത്തില്ല. അവന്റെ വിടുവിക്കുന്ന കരം നിന്റെ മേൽ വിളങ്ങി വരും.
Because when you're faced with challenges, if you seek God's face, God's hand, delivering hand will come upon you. ആ കരം നിന്റെ മേൽ വെളിപ്പെടുമ്പോൾ അത് നിന്റെ വിഷയത്തിന് ഒരു പരിഹാരമായി When മാറും. God's hands come and will be revealed in your life, then the problems in your life will be solved. നീ പുറത്തു വരുന്ന ഒരു സാക്ഷ്യവും കൊണ്ടായിരിക്കും. You will come out with a testimony. ആ സാക്ഷ്യം അനേകർക്ക് വിടുതലായി മാറും. That witness will be a deliverance for many others. ഒരിക്കലും വിചാരിക്കല്ലേ നീ ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നത് ദൈവം അറിയാതാണെന്ന്. Never think that when you are in the hands of God, never think that something which happens is without the knowledge of God. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ പ്രധാനമായി പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, Today morning, the main thing that I want to tell you is, താഴ്മയോടെ ദൈവമുഖം അന്വേഷിച്ചാൽ if you see God's face with humility, ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. God's work will be revealed in your lives. ചില കാര്യങ്ങൾ ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ പറയട്ടെ. Let me say certain things from this യഹോശഫാത്ത് portion. യഹൂദിയയിലെ 4ാമത്തെ രാജാവായിരുന്നു. Jehoshaphat was the 4th ruler of Judah. തന്റെ പിതാവ് ആസ, His father was Asa. താൻ ഒരു നല്ല രാജാവായിരുന്നു, He was a good king. വിശ്വസ്തനായിരുന്നു, He was a faithful person. ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. He was a person who worshipped God. അവൻ ഒത്തിരി റിലീജിയസ് റിഫോംസ് ആ ദേശത്ത് കൊണ്ടുവന്ന വ്യക്തിയാണ് He ഈ brought a lot- രാജാവ് യഹോശഫാത്ത്. Jehoshaphat brought a lot of religious reforms in the country. തന്റെ പിതാവ് ആസയുടെ കാലത്ത് സ്റ്റാർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആരംഭിച്ച ചില റിഫോംസിനെ അവൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. Asa started certain reforms in Judah, and Jehoshaphat truly continued അങ്ങനെ that. പൊതുവിൽ പറഞ്ഞാൽ നല്ലൊരു രാജാവായിരുന്നു യഹോശഫാത്ത്. Generally speaking, he was a good king. പക്ഷെ ഒരു പ്രശ്നം യഹോശഫാത്തിനുണ്ടായി. There was a problem occurred in life of Jehoshaphat. യഹോശഫാത്തിന്റെ റിപ്പോർട്ട് നോക്കുമ്പോൾ ഒരു സബ്ജക്റ്റിൽ അവൻ ഫെയിൽ ആയിപ്പോയി. If you look at Jehoshaphat's report card, there was one subject in which he failed. നമുക്കറിയാമല്ലോ, എല്ലാത്തിലും എപ്പോഴും എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്നില്ല. We know that all the people are not perfect in all the matters. പക്ഷേ യഹോശഫാത്തിന് പരാജയം സംഭവിച്ച എവിടാന്ന് ചോദിച്ചാൽ, But if you ask, where did the failure happen in Jehoshaphat's താൻ ഒരു life? കൊളാബറേഷനിൽ വന്നു ആഹാബുമായിട്ട്. He got into a collaboration with Ahab. ഇസ്രായേൽ കണ്ടിട്ടുള്ള രാജാക്കന്മാരിൽ ഏറ്റവും ദുഷ്ടനായ അല്ലെങ്കിൽ ഏറ്റവും ദൈവത്തിൽ നിന്ന് മ്ലേച്ഛത പ്രവർത്തി അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഒരു രാജാവായിരുന്നു ആഹാബ്. Ahab was one of the most wicked and person, a king who went most away from God in Israel. ഈ ആഹാബുമായിട്ട് പുള്ളി ഒരു ട്രീറ്റി സൈൻ ചെയ്യാൻ അല്ലെങ്കിൽ കൊളാബറേഷന് വേണ്ടി പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We see that Jehoshaphat went and formed an alliance with Ahab. അപ്പം ആത്മീയനാണ് യഹോശഫാത്ത്, പക്ഷെ അനാത്മീയനായിരിക്കുന്ന ആഹാബുമായിട്ടാണ് താൻ കൊളാബറേഷന് കടന്നുപോയത്. Jehoshaphat was a spiritual person, but he went and formed an alliance with a non-spiritual person. അത് പരാജയത്തിൽ അവസാനിച്ചു. And that ended up in defeat. അതിന് 20-35 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, When we read from 20 verses 35 അവരൊരു onwards, ബിസിനസ് കൊളാബറേഷൻ പുള്ളി ചെയ്തായിരുന്നു. they got into an alliance with them. ഇസ്രായേലിലെ അതടുത്ത രാജാവ് അഹസ്യമായിട്ടൊരു ബിസിനസ് കൊളാബറേഷൻ ചെയ്തു. He did with Ahaziah as well from Israel. അവനും ദുഷ്ടത പ്രവർത്തിച്ചവനാണ്. He was also a wicked king. അതിന്റെ 35 വാക്യം 35 it says who was guilty of wrong doing. 35. അവൻ മഹാദുഷ്ടത പ്രവർത്തിച്ചവനായിരുന്നു. അപ്പം he made an alliance. അപ്പോൾ യഹോശഫാത്ത് അലയൻസ് ഇവിടെ രണ്ടാമത് ചെയ്ത ആരുമായിട്ടാണ്? ഈ അഹസ്യ രാജാവുമായിട്ട്. Jehoshaphat made an alliance with this second he made this with this king Ahaziah of Israel. അപ്പോൾ എന്തിനാണെന്ന് അറിയാമോ? ഒരു കപ്പൽ പണിയാൻ വേണ്ടി, കപ്പൽ ബിസിനസ്. What he wanted to do was to do a shipping industry. ഷിപ്പ് ബിൽഡിംഗ് വെഞ്ചർ ആണ് അവരുടെ, ഷിപ്പ് ബിൽഡിംഗ് വെഞ്ചർ. He started a shipbuilding venture. അപ്പം അവിടെ യഹോശഫാത്തും അഹസ്യ രാജാവും ഇവരെല്ലാം കൂടി ഒരു ഷിപ്പിംഗ് കമ്പനി ഉണ്ടാക്കും. ഷിപ്പിംഗ് കമ്പനി അല്ല, ഷിപ്മെന്റ് അല്ല, ഒരു ഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു അലയൻസിലേക്ക് കടന്നു, ഒരു വെഞ്ചറാ, പുതിയൊരു വെഞ്ചർ തുടങ്ങുക. So Jehoshaphat and Ahaziah of Israel, they formed an alliance to build ships. അപ്പോൾ ഇതെങ്ങോട്ട് പോകാനുള്ള ഷിപ്പാണ്? തർശീശിലേക്ക് പോകാനുള്ള ഷിപ്പ്. They wanted to travel to Tarsus. ആർക്കെങ്കിലും അറിയാമോ തർശീശിനെ പറ്റി കേട്ടുണ്ടോ? Have you heard of Tarsus? എവിടെ തർശീശിനെ പറ്റി കേട്ടുള്ളേ? Where did you hear about ആര് Tarsus? തർശീശിലേക്ക് പോയത്? Who tried to go എങ്ങോട്ട് there? പോകാനാ പറഞ്ഞത്? Where was he asked to go? നിനവയ്ക്ക് പോകാൻ പറഞ്ഞ ആള് പുള്ളി തർശീശിലെ Jonah, who was asked to go to Nineveh, he took the ship to Tarsus. ഇവിടെ അവരൊരു കപ്പൽ ബിസിനസ് ആരംഭിക്കുക. Here we see that they have started this ship business. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയാമോ? Do you know what happened? അതിന്റെ 37 വാക്യം വായിക്കുമ്പോൾ, When we reach verse then 37, Eleazar son of Dodawahu of Maresha prophesied against Jehoshaphat saying, because you formed an alliance with Ahaziah, the Lord had broken up what you have made. So the ship were wrecked and were not able to go to Tarshish. Eleazar Jehoshaphat
ഷഫാത്തിന് വിരോധമായി പ്രവചിച്ചു. നീ അഹസ്യാവിനോട് സഖ്യത ചെയ്തതുകൊണ്ട് യഹോവ നിന്റെ പണികളെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. കപ്പലുകൾ തർശീശിലേക്ക് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി. This morning we have to remember something. ഇന്ന് പ്രഭാതത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. The Lord can make, He can also break. ദൈവത്തിന് പണിയുവാനും പൊളിക്കുവാനും കഴിയും. If you go according to the will and plan of God, He can make what you are making, or He can break if you go against His will. ദൈവത്തിന്റെ പദ്ധതിക്കും ദൈവത്തിന്റെ ഹിതത്തിനും അനുസരിച്ച് നാം പ്രവർത്തിച്ചാൽ നാം ചെയ്യുന്നതിനെ പണിയുവാൻ ദൈവത്തിന് കഴിയും, അല്ല എങ്കിൽ നാം ചെയ്യുന്നതിനെ പൊളിക്കുവാനും കഴിയും. I am actually, what I should be speaking in the end, I'm bringing it up front and speaking about that, because you need to understand that very clearly. ഈ ഭാഗത്തിന്റെ അവസാന ഭാഗം ഞാൻ ആദ്യം പറയുന്നത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് ഈ വിഷയം കൃത്യമായി നന്നായി മനസ്സിലാക്കണം. കാരണം യഹോശാഫാത്തിന്റെ പ്രാർത്ഥനയും തൻ്റെതായ ജീവിതത്തിന്റെ വലിയ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ പറയാണ്, അവന്റെ ജീവിതത്തിലുള്ള ഒരു പരാജയമാണ് എന്താണ് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്ത അലയൻസിലേക്ക് പോകുന്നത്. Before talking about the prayer and the good life of Jehoshaphat, I want to say what happened to Jehoshaphat because he got into a wrong, bad alliance. അപ്പൊ കപ്പല് എന്ത് ചെയ്തു? തകർത്തു ദൈവം. What happened to the ships? It was destroyed. It was wrecked. അതിനെ തകർത്ത് കളഞ്ഞു എന്നാണ് വായിക്കുന്നത്. തർശീഷ്, it didn't go to Tarshish. തർശീസിലേക്ക് അത് പോയില്ല. ഇന്ന് പകൽ ഒരു കാര്യം മനസ്സിലാക്കണം. We should understand this thing today. ദൈവഹിതം വിട്ട് നീ എത്ര കപ്പലുണ്ടാക്കിയാലും നീ തർശീഷിൽ എത്തത്തില്ല. Whatever we build, whatever ships we build against the will of God, we will not reach the destination. ദൈവോദ്ദേശത്തിന് വിപരീതമായി നീ ഉണ്ടാക്കുന്ന എത്ര വലിയ കപ്പലാണെങ്കിലും അത് എത്തേണ്ട സ്ഥാനത്ത് എത്തത്തില്ല. Whatever big desires, plans, ships that you build against the will of God, it will not take you to your destination. ടൈറ്റാനിക്കിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. Every one of you has heard about Titanic. ഒരിക്കലും തകരത്തില്ലെന്ന് പറഞ്ഞ ടൈറ്റാനിക്കും തകർന്നു പോയി. It was boasted as it will never be destroyed. Even that was destroyed. Anyway, മടങ്ങി വരാം. യഹോശാഫാത്തിന്റെ അലയൻസ് ദൈവത്തിന് ഇഷ്ടമില്ലായിരുന്നു. Let us come back. The alliance of Jehoshaphat was not, God did not allow that. It was not in God's will. കാരണം അവന്റെ സ്റ്റാൻഡേർഡ് വിട്ടിട്ട് ആണ് ഈ അലയൻസ് ഫോം ചെയ്യാൻ പോയത്. Because he did that away, keeping aside his spiritual standard to do the alliance. പലപ്പോഴും പലരും പറയുന്നുണ്ട്, പാസ്റ്ററെ പ്രാർത്ഥിക്കണം. Many people say this, Pastor, pray for us. ചിലപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഇടയിൽ വലിയ ബിസിനസ്സുകാരായിട്ടുള്ളവരില്ലല്ലോ എന്ന്. Many times I think about this. There are not many big business എനിക്ക് ഒത്തിരി people around us. ബിസിനസ്സുകാരല്ലാത്ത ഒത്തിരി നമ്മുടെ ആൾക്കാരെ അറിയാം. I know many people who are not big businessmen. Who are big. I know people who are big among us. among us അല്ല, നമ്മുടെ ആൾക്കാരില്ലേ. അപ്പോൾ ചിലർ പറയാറുണ്ട്, പ്രാർത്ഥിക്കണം, വളരെ പ്രതിസന്ധി പോയിക്കൊണ്ടിരിക്കുകയാണ്. So they may say, you need to pray for us because we are going through huge difficulty. Why? എന്തുകൊണ്ട്? Lot of times when you talk further, കൂടുതൽ അവരോട് സംസാരിക്കുമ്പോൾ you discover that they have gone against the plan and the will of God. നമുക്ക് മനസ്സിലാകും അവർ ദൈവഹിതത്തിന് വിപരീതമായി അധികം യാത്ര ചെയ്തിരിക്കുന്നു. Many of our children are growing up. Listen, children. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണല്ലോ, ശ്രദ്ധിച്ച് കേൾക്കണമേ. The times will come when you have to pick up a career for yourself. You have to choose a profession for yourself. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമയം വരും, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് എന്തായിരിക്കണം, നിങ്ങളുടെ കരിയർ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു സമയം. Last week when we were in Chicago, the church in Chicago was celebrating the 25th anniversary. കഴിഞ്ഞ ആഴ്ച ഷിക്കാഗോയിലായിരുന്നപ്പോൾ അവര് 25ാം വാർഷികം ആഘോഷിക്കുകയായിരുന്നു. I was just imagining when MBA will have this 25th anniversary, how will things be? എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത കടന്നുപോയി, MBA 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും. I realized some of our smaller kids will be 18, 19, and some of our people will be like, some of our kids will be about 20. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു 18-20 വയസ്സ് ആയിരിക്കും, അല്ലാതെ മറ്റു കുഞ്ഞുങ്ങൾ 20 വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളായിരിക്കും. I realized that some of our kids will be married. ചിലർ കല്യാണം കഴിച്ചിട്ടുണ്ടാകും. Some of them may be married with kids by then. ചിലർക്ക് കുഞ്ഞുങ്ങൾ ആയിട്ടുണ്ടാകും. You may think I'm crazy to think, but that's the reality. If Christ come tarries, that's going to happen. That's a way of life. അത് പരമാർത്ഥമാണ്. അത് നമ്മുടെ കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. So I was thinking, how, like, it's not like I was not planning for the 25th anniversary. I don't think I will be here but maybe if you invite me I will be here, but I don't know about all those details. But I was just thinking about lot of things. ഞാൻ 25ാം വാർഷികത്തെ കുറിച്ച് പ്ലാൻ ചെയ്യുകയായിരുന്നില്ല. അതെങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. So now the point I'm trying to say is, as children you grow up,
there will be lot of choices you have to make in your life. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട അവസരങ്ങൾ ഉണ്ടാകും. Which subject to study, ഏത് വിഷയം പഠിക്കണം, what to do. ജീവിതത്തിൽ എന്ത് ചെയ്യണം. So I'm going to give you something which is very simple. ഞാൻ ലളിതമായി ഒരു കാര്യം പറയട്ടെ. Before you make any decision in your life, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ്, maybe it may be towards your studies, നിങ്ങളുടെ പഠനത്തെക്കുറിച്ചായിരിക്കാം, it may be about your marriage, നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചായിരിക്കാം, maybe about any of those important matters. ജീവിതത്തിലെ പ്രധാനമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് Spend some time in prayer and make a decision in your prayer room. പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച് പ്രാർത്ഥനാ മുറിയിൽ ഒരു തീരുമാനം എടുക്കുവാൻ നാം, If you take a decision in prayer room, I will tell you, you will never go wrong. പ്രാർത്ഥനാ മുറിയിൽ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം തെറ്റിപ്പോവുകയില്ല. If you take a decision based on what parents said or somebody else said, what is hot in the, like what career is hot in the market and all those things, I want to tell you, you may fail, but the decisions taken in a prayer room will never fail. നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രം പറയുന്നതോ അല്ല എങ്കിൽ ഈ ലോകത്തിൽ ഇപ്പോഴുള്ളതോ ഈ ലോകക്കാർ പറയുന്നതോ അനുസരിച്ച് ഒരു തീരുമാനമെടുത്താൽ അത് ചിലപ്പോൾ തെറ്റിപ്പോവും. എന്നാൽ ഒരു പ്രാർത്ഥനാ മുറിയിൽ എടുക്കുന്ന തീരുമാനം തെറ്റുകയില്ല. Because people's opinion are based on what is true today. മനുഷ്യരുടെ തീരുമാനങ്ങൾ, അവരുടെ ചിന്തകൾ ഇന്ന് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള ആസ്പദമാക്കിയായിരിക്കും. But my God knows the future, and when he gives a counsel, he will give a counsel based on what's going to happen in future. ദൈവത്തിന്, എന്നാൽ നമ്മുടെ ദൈവത്തിന് നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാം. ദൈവം ഒരു ആലോചന നൽകുമ്പോൾ അത് നാളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കും തരുന്നത്. Let me tell you again, very simply. ഞാൻ ഒരിക്കൽ കൂടെ അത് പറയട്ടെ മനസ്സിലാക്കുവാൻ Any വേണ്ടി. decision you take, നിങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനവും it should be in your prayer room. അത് പ്രാർത്ഥനാ മുറിയിലായിരിക്കണം. The main decisions of your life നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ should come out when you get up from your prayer. അത് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് നമ്മൾ എണീക്കുമ്പോൾ ആ It should not തീരുമാനത്തോടെ be taken after you end a phone call. ഒരു ഫോൺ കോളിൽ കൂടെ ആയിരിക്കരുത്. It should not be because you met with some uncle or auntie or somebody, one of your friend. നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഉപദേഷ്ടാവോ പറയുന്നത് അനുസരിച്ചായിരിക്കരുത് ആ തീരുമാനം. But if the decision comes after you had a conversation in prayer, I want to tell you, you are never going to go wrong in your life. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോടുള്ള സംഭാഷണം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒരു തീരുമാനം എടുത്താൽ അത് തെറ്റിപ്പോവുകയില്ല. And one more thing, very simply. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. Pursue what God wants to really do through your life. നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവം എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അതിനെ അന്വേഷിക്കുവാൻ, അത് ചെയ്യുവാൻ ശ്രമിക്കണം. Nowadays I hear many of our children say something like this. നമ്മുടെ പല കുഞ്ഞുങ്ങളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. I want to do the ministry, but I want to do ministry by working. എനിക്ക് മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹമുണ്ട്, എന്നാൽ ജോലിയോടുകൂടി ചെയ്യണം. I have a call of God upon my life, but I want to do the job and then do the ministry. എനിക്ക് ദൈവത്തിന്റെ വിളി ഉണ്ടെന്ന് എനിക്ക് അറിയാം, എന്നാൽ ജോലിയോടുകൂടി അത് ചെയ്യാനാണ് എൻ്റെ Sometimes I ആഗ്രഹം. wonder if Paul influenced them or I influenced them. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, പൗലോസാണോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തത് അത് ഞാനാണോ എന്ന്. I want to tell you something. ഞാൻ പറയട്ടെ, This is a tough thing. ഇത് പ്രയാസമുള്ള ഒരു കാര്യമാണ്. Doing your job and doing the ministry is one of the toughest thing to do. ജോലിയും ദൈവത്തിന്റെ ശുശ്രൂഷയും ഒന്നിച്ചു ചെയ്യുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള You can കാര്യങ്ങളൊന്നാണ്. only survive doing that if God has called you for that. ദൈവം നിങ്ങളെ അതിനുവേണ്ടി വിളിച്ചെങ്കിൽ മാത്രമേ അത് ചെയ്ത് നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ Otherwise you കഴിയുള്ളൂ. will mess up big time. അല്ല എങ്കിൽ അത് ഒരു പരാജയമായി പോകും. Think about people are not even able to handle their job alone. ജോലി മാത്രം ചെയ്യുവാൻ തന്നെ പ്രയാസമാണ്. Those who are only doing job doesn't have time to come for prayer meetings. ജോലി മാത്രം ചെയ്യുന്നവർക്ക് പ്രാർത്ഥനാ യോഗങ്ങൾക്ക് വരുവാൻ സമയം കിട്ടാറില്ല. Because they are so busy, they are so much tension, so much of things going on in their life. അവരുടെ ജീവിതത്തിൽ പല പല വിഷയങ്ങളുണ്ട്, സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, അവർക്ക് പ്രയാസമാണ്. Now imagine on top of that you have to do the ministry also. അതിന്റെ കൂടെ ദൈവത്തിന്റെ വേലയും ശുശ്രൂഷയും കൂടെ ചെയ്താൽ എങ്ങനെയിരിക്കും ചിന്തിച്ചു You നോക്കുക. have to show up in every meeting. എല്ലാ മീറ്റിംഗിലും വരണം. You have to do lot of other things. മറ്റു പല കാര്യങ്ങളും ചെയ്യണം. There are a lot of things which nobody sees, which happens in life. മറ്റുള്ളവർ കാണാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും. So don't think about it unless God has specifically called you for that. അത് ചെയ്യുവാൻ ഒരുങ്ങരുത്, ദൈവം അതിനുവേണ്ടി വിളിച്ചില്ല എങ്കിൽ. Now what is the remedy for that? അതിനുള്ള പരിഹാരം എന്താണ്? God calls you as a full time ministry. ഒരു ഫുൾ ടൈം മിനിസ്റ്റർ ആയിട്ട് നിങ്ങളെ വിളിച്ചാൽ Go full time into that. ഒരു പൂർണ്ണമായ മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങുക. Because God is a sustainer and provider of everything you need in life. കാരണം ദൈവം നമ്മെ കരുതിക്കൊള്ളും, ദൈവം നിങ്ങളെ നിലനിർത്തും. Otherwise you won't enjoy.
അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് ആനന്ദത്തോട് പോകാൻ God കഴിയില്ല. has called you to go and work somewhere. ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുവാൻ ദൈവം പറഞ്ഞാൽ Go and work there. അവിടെ പോയി ജോലി ചെയ്യുക. Because your security and your protection, your providence is where God has called you to be. ദൈവം നിങ്ങളെ എവിടെ ആക്കിയിരിക്കുന്നോ അവിടെയാണ് ദൈവം നിങ്ങളെ നിലനിർത്തുന്നത്. The reason I said that, ഞാനത് പറഞ്ഞതിന്റെ ഉദ്ദേശം, when you are selecting, when you are deciding about your career and what you are going to do in life, make sure that it is according to God's will and plan. നിങ്ങളുടെ ജോലിയെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നാം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ഹിതം എന്തെന്ന് അന്വേഷിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. The reason I brought that up here is because Jehoshaphat, even though he was great in all aspects, many aspects, he failed in this aspect. Why his projects failed? His projects failed when he came into alliance with ungodly people. ഞാൻ ഈ കാര്യം ഇവിടെ പറഞ്ഞത് യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം, പല കാര്യത്തിലും തനിക്ക് വിജയം ലഭിക്കുവാൻ കഴിഞ്ഞുവെങ്കിലും ചില കാര്യങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ താൻ തെറ്റിപ്പോയി. എന്തുകൊണ്ട്? ദൈവഹിതമല്ലാത്ത ഒരു അലയൻസ് താൻ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. Any alliance which is out of God's will is a temporary thing. ദൈവഹിതമല്ലാത്ത ഏതൊരു കൂട്ടുകെട്ടും അത് ടെമ്പററി ആണ്. It may succeed, it may fail. അത് നന്നായി പോകാം, അത് തകർന്നു പോകാം. But wherever God's will is, it will be sustained for long and God's blessings will be upon it. എന്നാൽ ദൈവഹിതമുള്ള വിഷയങ്ങൾ നാം ചെയ്താൽ അത് ദൈവം നിലനിർത്തും, അതിന് അഭിവൃദ്ധി ഉണ്ടാകും, അതിന് നിത്യതയിൽ അതിന്. Children, you need to pray from a young age. അത് കുഞ്ഞുങ്ങളെ നിങ്ങൾ ചെറിയ പ്രായം മുതൽ തന്നെ പ്രാർത്ഥിക്കണം. Listen. Don't take it lightly. This is very important. ശ്രദ്ധിച്ചു കേൾക്കണമേ, ഇത് വൃഥാ ചിന്തിക്കരുത്, ഗൗരവമുള്ള വിഷയമാണ്. In your personal prayer, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രാർത്ഥനകളിൽ don't be afraid and don't be shy. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അത് നിങ്ങൾ ഭയത്തോടെ ഇരിക്കരുത്. Ask your Father in heaven, നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിനോട് Lord, what do you ചോദിക്കണം, want you to do with my life? പിതാവേ, ഞാൻ അവിടുന്ന് എന്റെ ജീവിതത്തിലൂടെ എന്താ You are ആഗ്രഹിക്കുന്നു? my creator. അവിടുന്നാണ് എന്നെ You are my sustainer. എന്നെ നിലനിർത്തുന്നത് അങ്ങനെയാണ്. You are my provider. അവിടുന്നാണ് എന്നെ കരുതുന്നത്. I want my life to be guided by you, Lord. അവിടുന്ന് നടത്തുന്നതിനനുസരിച്ച് എന്റെ ജീവിതം മുന്നോട്ട് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. Whom should I marry? It should be decided by you, Lord. ഞാൻ ആരെ വിവാഹം കഴിക്കണം അത് ദൈവം തന്നെ തീരുമാനിക്കണം. Where should I go? It should be decided by you, Lord. ഞാൻ എവിടെ പോകണം അത് ദൈവം തന്നെ തീരുമാനിക്കണം. What should I study? It should be decided by you, Lord. ഞാൻ എന്ത് പഠിക്കണം അത് ദൈവം തീരുമാനിക്കണം. Whatever I need to do in my life, Lord, speak to me, tell me, guide me in the right direction. ഞാൻ ജീവിതത്തിൽ എന്ത് ചെയ്യണം ദൈവമേ, അതെന്നെ ചെയ്യുവാൻ അതെന്നെ നടത്തണമേ. Prevent me from getting into alliance with anything which is not your will, Lord. അവിടുത്തെ ഹിതമല്ലാത്ത കൂട്ടുകെട്ടിൽ പോകുവാൻ എന്നെ ഒരിക്കലും അനുവദിക്കരുതേ. However big the project may be and exciting the project may be. ഈ പ്രോജക്റ്റ് ചെയ്യുന്ന പണി എത്ര നല്ലതാണ്, എത്ര ആവേശമുള്ളതാണെങ്കിലും ദൈവഹിതമില്ലെങ്കിൽ അത് പൊളിയും, അതിന് സംശയമില്ല. If it is not the will of God, it will be destroyed. There is no doubt about that. പക്ഷേ ദൈവഹിത പ്രകാരമാണെങ്കിൽ, if it is in the will of God, കപ്പൽ തർശീശിലെത്തും. then the ship will reach its destination. ദൈവഹിതമല്ലാതെ പണിയുന്ന എല്ലാ കപ്പലും തർശീശിൽ എത്തത്തില്ല. അതിന് മുമ്പേ പൊളിയുമ്പോൾ തർശീശിൽ എത്തണമെങ്കിൽ ദൈവഹിത പ്രകാരമുള്ളതായിരിക്കണം. If the shipbuilding is not in the will of God, it will never reach Tarsus. But if it is in the will of God, it will definitely reach its ഇനി destination. നമുക്ക് നല്ല കാര്യങ്ങൾ ഈ യഹോശാഫാത്തിനെ പറ്റി പറയാം. Let's look into the good things in ഒരു Jehoshaphat's പ്രത്യേക life. സാഹചര്യത്തിൽ യഹോശാഫാത്ത് ഒരു വലിയ ക്രൈസിസ് ഫേസ് ചെയ്യാണ്. Jehoshaphat is facing a big challenge, a crisis in his life. മോവാബ്യരും അമോനിയരും എല്ലാം കൂടെ ഒരുമിച്ച് യഹോശാഫാത്ത് അല്ലെങ്കിൽ യഹൂദ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ കടന്നു വരിക. Moabites and Ammonites, they have come to make war against Jehoshaphat. യഹോശാഫാത്തിന്റെ അടുക്കൽ ജനം കടന്നു വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, യുദ്ധത്തിന് വേണ്ടി ഒരു വലിയ സൈന്യം നമുക്കെതിരെ കടന്നു വരുന്നു. People came and spoke to Jehoshaphat saying a great multitude is coming against you. യഹോശാഫാത്ത് ആ സമയത്ത് ഭയപ്പെട്ടു. Jehoshaphat was afraid. യഹോശാഫാത്ത് ഭയപ്പെട്ടിട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. He turned his attention to seek the Lord. യഹൂദിയയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധീകരിച്ചു. He proclaimed a fast throughout all Judah. യഹോവയുടെ സഹായം ചോദിപ്പാൻ യഹൂദിയർ ഒന്നിച്ചുകൂടി. Judah gathered together to seek the help of the Lord. സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. From all the cities of Judah, they came together to seek the Lord. Amen. Amen. യഹോശാഫാത്ത് the first reaction. What is the first reaction of Jehoshaphat? യഹോശാഫാത്ത് ചോദിച്ചില്ല, നമുക്ക് എത്ര സൈന്യമുണ്ട്. Jehoshaphat did not ask what's the count of our army. നമുക്ക് എത്ര വെപ്പൺസ് ഉണ്ട്. He did not count the number of weapons that he had. വരുന്നവർ എത്ര പേരാണ്, വലിയൊരു കൂട്ടം വരുന്നെന്ന് മനസ്സിലായി, എത്ര പേരുണ്ട്. He knew that a
big multitude is coming against them, but he did not count that and check his army against ഞാനൊരു that. കാര്യം പറയാൻ വേണം, ക്ഷമിക്കണേ. Let me tell this thing, bear with ഈ me. യഹോശാഫാത്ത് ഇന്നത്തെ പെന്തക്കോസുകാരെ പോലെ ഒരു പെന്തക്കോസുകാരനായിരുന്നെങ്കിൽ, If Jehoshaphat was a Pentecostal like in the new age, പുള്ളി ഒത്തിരി പരിപാടി ആദ്യം ചെയ്തേനെ. he would have done a lot of other things. പുള്ളി ആദ്യമേ യുദ്ധം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയേനെ, നമുക്ക് പോയി യുദ്ധം ജയിക്കാൻ പറ്റുമോ ആദ്യമേ നോക്കിയേനെ. He should have first looked around to see if he can win the war. ആർമി കമാൻഡറെ വിളിച്ചിട്ട് ചോദിച്ചേനെ, എങ്ങനെ നീ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിച്ചേനെ. He would have called the commander of his army to see what do you think about this. പിന്നെ ചിലപ്പോൾ ഒരു ഡെലിഗേഷനെ ആദ്യം അയക്കാൻ നോക്കിയേനെ. He would have sent a delegation at the beginning. മറ്റാരെങ്കിലും സഹായം നേടാൻ നോക്കിയേനെ. He might have he will look for people the kingdoms around to see if he can form an alliance. പഠിച്ച പണി എല്ലാം നോക്കിയേനെ. He would have tried to do everything to win this battle. എല്ലാം കഴിഞ്ഞ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, ഒന്നും നടക്കത്തില്ലെന്ന് മനസ്സിലായാൽ, After doing all these things and after he fails, പാസ്റ്ററെ വിളിച്ചേനെ. he'll call the pastor. എല്ലാം ഫെയിലായി കഴിയുമ്പോൾ പാസ്റ്ററെ വിളിച്ചേനെ. After doing everything and failing in all those, he'll ഞാൻ call പറഞ്ഞത് pastor. ആ പുള്ളി ഇന്നത്തെ കാലത്തെ പോലെ ആയിരുന്നെങ്കിൽ എന്നാ പറഞ്ഞത്. I'm telling if it was like in today's world. പക്ഷേ പ്രശ്നത്തിന്റെ വലുപ്പം കണ്ട യഹോശാഫാത്തിന്റെ ഒറ്റ റിയാക്ഷനേ ഉള്ളൂ. But Jehoshaphat, who saw the hugeness of the problem, അവൻ ഭയപ്പെട്ടു. his reaction was he got afraid. പക്ഷെ അവൻ യഹോവയെ അന്വേഷിക്കാൻ താല്പര്യപ്പെട്ടു. But he turned his attention to seek the Lord. യഹൂദിയയിലൊക്കെ അവൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. He proclaimed a fast throughout Judah. അത് മാത്രമല്ല, Not just that, യഹോശാഫാത്ത് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തെ ആദരിക്കാൻ അല്ലെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഒത്തിരി പേര് യഹൂദിയയിൽ ദൈവമുഖം അന്വേഷിക്കാൻ കടന്നു വന്നു. the people acknowledged the call for fasting of Jehoshaphat and gathered together to seek the Lord. ഞാൻ യഹോശാഫാത്തിനെ മാത്രമല്ല ഇവിടെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത്, I'm not appreciating just Jehoshaphat. അവിടുത്തെ ജനത്തെ കൂടെ. I'm appreciating the people of Judah. യഹോവയുടെ സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. Judah gathered together to seek help from the Lord. സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. From all the cities of Judah they came to seek the Lord. അവര് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്നു. They gathered together to seek help from God. പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി ജീവിതത്തിനെതിരെ അഞ്ഞടിക്കുമ്പോൾ, When unexpected problems come against your life, പ്രതീക്ഷിക്കാത്ത രോഗം അനുഭവങ്ങളായിരിക്കാം, it may be a sickness, പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളായിരിക്കാം, it may be a situation which was not expected. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. We can do one thing. എന്താണ് ചെയ്യാൻ പറ്റുന്നത്? What is that? യഹോവയുടെ മുഖം അന്വേഷിക്കുക. We can turn to seek the face of our Lord. പ്രാർത്ഥനയിൽ യഹോവയുടെ മുഖം അന്വേഷിക്കാം. We can look at the face of our Lord ഒരു in ഉപവാസം prayer. പ്രഖ്യാപിക്കാം. We can proclaim a fasting. കാരണം എന്താണെന്നറിയാമോ? Do you know why? ബാക്കി സകലതിനും പരിമിതികളുള്ളപ്പോൾ, Everything else has a limitation. എല്ലാത്തിനും പരിമിതികളുള്ളപ്പോൾ, Everything has a limitation. പരിമിതിയില്ലാത്ത ഒരൊറ്റ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട There is കർത്താവ്. only one who is limitless, that is our Lord Jesus. Let me repeat that when everything else has limitation, there is only one God who is limitless. എല്ലാത്തിനും പരിമിതിയുള്ളപ്പോൾ നമ്മുടെ ദൈവത്തിന് മാത്രം പരിമിതിയില്ലാതെ പ്രവർത്തിക്കുവാൻ കഴിയും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. Let me remind you, dear people of God, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന സഹായം എവിടെ നിന്ന് വരും? I lift up my eyes up unto the mountains. Where does my help come എന്റെ from? സഹായം ആകാശത്തെ ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. My help comes from the Lord who made the heavens and the earth. ഇന്ന് പകൽ ഞാൻ പ്രൊക്ലെയിം ചെയ്യുന്ന എൻ്റെ യേശു കർത്താവ്, I'm calling out my Jesus Christ. ആ കർത്താവിന് നിന്റെ ഡയഗ്നോസിസ് റിപ്പോർട്ടിനെ മാറ്റി എഴുതുവാൻ കഴിയുന്നവൻ. My Lord Jesus can change the diagnosis, the report that has been നിന്റെ on you. ശരീരത്തിൽ വേണ്ടാത്തതുണ്ടെന്ന് റിപ്പോർട്ട് പറയുമ്പോൾ അതിനെ അവിടെ നിന്ന് തുടച്ചു മാറ്റുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. When the report says that your body has something which is not needed, my Lord Jesus can remove that. ശത്രു സൈന്യം നിനക്കെതിരെ വരുമ്പോൾ, When the enemy army comes against you, പരാജയപ്പെടുത്തുമെന്ന് നിന്റെ ഉള്ളിൽ ഭീതി കയറുമ്പോൾ, when you are fearful that you will be defeated, ഹല്ലേലൂയ, പരാജയപ്പെടുത്താതെ നിന്നെ ജയത്തിലേക്ക് നയിക്കുവാൻ ശക്തനായവനാണ് ഞാൻ ഇന്ന് പകൽ പ്രസംഗിക്കുന്ന എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ്. my Lord is the Lord I am preaching is powerful enough to make you not defeated but to victory. യാത്രാമധ്യേ നിന്നെ അവസാനിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ശത്രു നിനക്കെതിരെ കടന്നു വരുമ്പോൾ, On the journey, when the enemy comes and says challenges that you will not finish your journey, നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ, നിന്നെ വിട്ടുവയ്ക്കുവാൻ ശക്തനാണ് ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവ്. my Lord Jesus is able to take you to victory, to the end point. നിന്റെ കഥ കഴിഞ്ഞു എന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോൾ,
When the enemy says that your story here is over, നിന്നിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ ദൈവം ശക്തനാണ്. our Lord will open a new chapter in your life. എല്ലാം തീർന്നെന്ന് പറയുമ്പോൾ, When the enemy says everything is over, നിനക്ക് ചുറ്റും വരുന്ന ശബ്ദങ്ങൾ മുഴുവൻ നിന്റെ അവസാനം കുറിക്കുമ്പോൾ, when all the voices around you says that you are done, അപ്പുറത്ത് കൊണ്ടുവന്ന് നിന്നിൽ കൂടെ ഒരു പുതിയ അധ്യായം എന്റെ ദൈവം ആരംഭിക്കാൻ ശക്തനാണ്. my Lord will take you to the other side and start a new chapter, a new life. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ ആദ്യമേ ചെയ്യാൻ പറ്റുന്നത് യഹോവയുടെ മുഖം അന്വേഷിക്കുക. When a problem and a situation comes in your life, the first thing that you should do is look at the face of our Lord. ചില പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്, There are problems in front of us. ചില വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട്, There are challenges in front of us, എന്നാൽ പരാജയപ്പെടത്തില്ല. but we will not be defeated. ദൈവമുഖം അന്വേഷിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. The one who looks at the face of the Lord will not be defeated. ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നവൻ പരാജയപ്പെടത്തില്ല. The one who fasts in the presence of God will not be defeated. ദൈവമുഖം അന്വേഷിക്കുന്നവൻ തോൽവി ഏറ്റെടുക്കത്തില്ല. The one who seeks the face of God will not be defeated. അവന് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം വിജയം വെച്ചിട്ടുണ്ട്. Because the Lord the God in heaven has a victory in front of him. ഒത്തിരി കാര്യങ്ങൾ പറയണം, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മിക്കാനാണ് ഞാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നത്. Let me remind you a few things here. 11-12 വാക്യം ഒന്ന് വായിച്ചേ. യഹോശാഫാത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ താൻ പറയുന്ന ചില വാചകങ്ങളുണ്ട്. Let's read 11 and 12. It says like this: Look how they repay us by coming to drive us out of your possession that you gave us as an inheritance. 11 വാക്യം, ഇപ്പോൾ ഇതാ നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളയുവാൻ അവർ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു. Our God, will you not judge them, for we are powerless before this vast number that comes to fight against us. We do not know what to do, but we look to you. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തിന് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്ത് ചെയ്യേണ്ടു എന്ന് അറിയിക്കുന്നതിൽ എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഇനി Listen to me very carefully. യഹോശാഫാത്തിന്റെ പ്രാർത്ഥനയിൽ പല വാചകങ്ങളും എടുത്തു പറയാനുള്ള വിഷയങ്ങളാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഞാൻ വായിച്ചു വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഒരു പുള്ളു തന്നു. There are many things from the prayer of Jehoshaphat which needs to be said, but when I was reading, God caught me when I reached this portion. Here it clearly says, ഇവിടെ വ്യക്തമായി പറയുന്നത്, the enemy is saying we are going to repay. ഒരു പ്രതിഫലം നൽകുമെന്നാണ് അവിടെ ശത്രു പറയുന്നത്. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? 11 വായിച്ചേ. അങ്ങനെയാണോ? മലയാളത്തിൽ അങ്ങനെയാണോ? അവർ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം repay for what they have done. Yes. ആ ചെയ്തതിനെതിരായി ഒരു മടക്കി ഇങ്ങനെ ചെയ്യുമെന്ന് അവർ വെല്ലുവിളിക്കുകയാണ് ഇവിടെ. And they are coming to drive us out. അവിടെ നമ്മളെ ഇവിടെ നിന്ന് നീക്കിക്കളയുവാൻ അവർ ശ്രമിക്കുന്നു. From where? എവിടെ നിന്ന്? From the possession that you gave us as an inheritance. ദൈവം കൈവശമാക്കി തന്ന അവകാശത്തിൽ നിന്ന്. പകൽ ചില ആത്മിക ദൂത് ദൈവാത്മാ വെളിപ്പെടുത്തുമ്പോൾ ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്കണം. There are some spiritual messages which is being said by God. We should receive that. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിനക്ക് അവകാശമായി തന്ന ചിലതിനെ, there are certain things which God gave you as inheritance in the past. അതിനെ അവിടെ നിന്ന് നീക്കിക്കളയുവാൻ, നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളയുവാൻ, to remove it from your hands. ശത്രു സൈന്യം വരുന്ന സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിന് മുമ്പിൽ വരുമ്പോൾ, when enemy comes in your lives to do that, നിനക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. You can do one thing. പ്രാർത്ഥിക്കാൻ പറ്റും. You can pray. അവന്റെ മുഖം അന്വേഷിക്കാൻ പറ്റും. You can seek his face. ഇന്ന് പകൽ ശത്രുവായവൻ നമ്മുടെ ഫ്രണ്ട് അല്ല. The enemy is not our friend. പിശാച് നമ്മുടെ ഫ്രണ്ട് അല്ല. The devil is not our friend. അവന്റെ ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളൂ, his only desire എങ്ങനെ is മുടിക്കാം, എങ്ങനെ തകർക്കാം. how can he destroy you. നമ്മുടെ കർത്താവ് വന്നത് നമുക്ക് നിത്യജീവൻ നൽകാൻ, അബണ്ടന്റ് ലൈഫ് തരാനാണെങ്കിൽ പിശാച് വന്നത് തകർക്കാനും മുടിക്കാനും അറക്കാനും ഒക്കെ എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. The scripture tells us that our Lord came us to give us eternal life, but the enemy Satan comes to destroy us and to steal from us. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ ജനം അവര് കനാൻ ദേശത്തേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ, in Old Testament when we learn the Israelites, when in their journey to Canaan, അവർക്ക് ഒത്തിരി ബാറ്റിൽസ് ഫൈറ്റ് ചെയ്യേണ്ടത്. they had to fight many battles. ഒരു യുദ്ധം കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ പിന്നെയും യുദ്ധങ്ങളാ. There is a battle and after some time the next battle comes. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ മരുഭൂപ്രയാണ യാത്രയിലും even in our wilderness journey യുദ്ധങ്ങൾ പലതുണ്ട്. there are many battles. പല യുദ്ധങ്ങൾ വരും. There are many battles. ഒരു യുദ്ധം കഴിഞ്ഞ്
after one battle, എല്ലാം സമാധാനമായെന്ന് ചിന്തിക്കുമ്പോൾ we think that there is peace. ചിലപ്പോൾ ഒരു പുതിയ യുദ്ധം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. There'll be a new challenge in our പക്ഷെ ഒരു life. കാര്യം മനസ്സിലാക്കണം, You should understand one thing. യഹോവയുടെ സാന്നിധ്യം നമ്മുടെ പാളയത്തിൽ ഉണ്ടെങ്കിൽ, If the presence of God is in our camp, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, if the presence of God is with ഒരു us, യുദ്ധത്തിലും പരാജയപ്പെടത്തില്ല, സകല യുദ്ധത്തിലും ജയിച്ച് നമ്മൾ മുന്നേറും. we will not be defeated in any battle. In all the battles, we will move forward അപ്പൊ ഈ victorious. യുദ്ധം എന്നുണ്ട്. This battle it will be there always. യുദ്ധമില്ലെങ്കിൽ അതിന്റെ അർത്ഥം നീ യാത്രാമധ്യേ നീ എവിടെ ടെന്റ് അടിച്ച് അവിടെ താമസിക്കുക എന്നുള്ള അതിന്റെ അർത്ഥം. If there is no battle, then it means your journey is not moving forward. You're stuck somewhere. ഞാനൊരു കാര്യം പറയാം, തെറ്റിദ്ധരിക്കല്ലേ. Let me tell you something. Don't ഒരു misunderstand me. വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാം സ്മൂത്ത് ആണ്, If- ഒരു പ്രശ്നവും ഇല്ല. If in a person's life everything is smooth and there is no ഒരു problems, പ്രശ്നവും ഇല്ല, there is no problems, അതിന്റെ അർത്ഥം പിശാചിനും അവനോട് പ്രശ്നമില്ലെന്നാ. then that means the devil does not have any problem with you. ഹല്ലേലൂയ. പോരാടി മുമ്പോട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരും. Anybody who's striving and moving forward, they will have problems in പക്ഷെ their ഒരു life. കാര്യത്തിന് അഷുറൻസ് ഉണ്ട്. But there is assurance for one thing. ഹല്ലേലൂയ. ഈ യുദ്ധത്തിൽ നീ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. In this battle, you will not be defeated, or God will not allow അപ്പോൾ ഇവിടെ that. ശത്രുവിന്റെ താല്പര്യം എന്താണ്? What is the desire of the ദൈവം enemy? ജനത്തിന് അവകാശമായി കൊടുത്തതിനെ അതിൽ കവർന്നെടുക്കണം. The one which has been given as inheritance to the people of God, he wants to വരെ അവിടുന്ന് steal that. മാറ്റിക്കളയണം, വരെ അവിടുന്ന് മാറ്റിക്കളയണം. He wants to remove them from there. ഇന്നും ശത്രുവിന്റെ താല്പര്യം അത് തന്നെയാണ്. Even today, the enemy desires to do നീ that. പ്രാപിച്ച ദൈവത്തിന്റെ കൃപയിൽ നിന്നെ അകറ്റിക്കളയണം. The grace of God that you received, ദൈവം നിനക്ക് ദാനമായി തന്നത് നീ മാറിപ്പോകണം. we should be moved from what God gave us. ഈയിടെ ഞാൻ പറഞ്ഞു, ഒരു ദൈവദാസന്റെ പേര് ഇപ്പൊ പറയുന്നില്ല, അദ്ദേഹത്തെ ഒന്നും കൂടെ വിളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. It was called. I'm not saying the name of the person, but the need to call him was there. കാരണം പുള്ളി പണ്ട് വന്നപ്പോൾ ഇവിടെ എല്ലാ പിള്ളേരും ഒക്കെ ഭയങ്കര അഭിഷേകവും നിറവും ഭയങ്കര പരിപാടിയായിരുന്നു. But when he came last time, there was a big awakening, and all the children were ഒന്നും കൂടെ ഉണർവ് വരണമെങ്കിൽ അങ്ങനെയുള്ളവരെ പിന്നെ കൊണ്ടുവരണം. to have revival. Should we bring another person like that? കാര്യം എന്നറിയാം, ഞാൻ പുള്ളിയെ കൊണ്ടുവരുന്ന വിഷയമല്ല പറഞ്ഞ കാര്യം എന്നറിയാമോ? I'm not talking about that person, but do you know നീ ഉണർന്നിരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരുത്തനുണ്ട്. there is a person who does not like you being awakened. നീ ആരാധിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരുത്തനുണ്ട്. There is one who doesn't like you to be zealous for our God. നീ ദൈവകൃപയിൽ നിൽക്കുന്നതും മുന്നേറുന്നതും ഇഷ്ടപ്പെടാത്ത ഒരുത്തനുണ്ട്. There is one who doesn't want to be in the grace of God and to move forward. നീ കുടുംബത്തിൽ സമാധാനമായി കഴിയുന്ന ഇഷ്ടപ്പെടാത്ത ഒരുത്തനുണ്ട്. There is one who doesn't like peace in your family. നിന്റെ സഭ മുന്നോട്ട് പോകുന്നത് ഇഷ്ടപ്പെടാത്ത ഒരുത്തനുണ്ട്. There is one who doesn't like the church to move forward. നീ ചിന്തിക്കുന്ന ആളൊന്നുമല്ല. It's not whom you think. ഹല്ലേലൂയ. അത് അവന്റെ പേരാണ് സാത്താൻ. His name is Satan. കാരണം വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, The Bible teaches us. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. We have strive not against flesh and blood. അത് ആരാണ്? It is against the powers of darkness. അന്ധകാരത്തിന്റെ ശക്തികളും. It is against principalities. സ്വർലോക ശക്തികളും. അപ്പോൾ എവിടെ പോയി ഈ ലോകത്ത് എവിടെ പോയാലും, wherever you go, ഹല്ലേലൂയ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് ഒരു പോരാട്ടമുണ്ട്, നിനക്ക് ഒരു ഫൈറ്റ് ഉണ്ട്. if you are a person who stands for our God, then you will have a battle. അപ്പോൾ ആ ബാറ്റിൽ ആദ്യമേ തുടങ്ങുന്ന വലിയ റലംസിലൊന്നുമല്ല. The battle doesn't start in the higher realm. അത് ആദ്യമേ തുടങ്ങുന്ന എവിടെയെന്നറിയാമോ? Do you know where it starts? നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ മുടക്കി കളയാൻ, It starts to stop you from praying. നിന്റെ വേദപുസ്തക ധ്യാനം എടുത്ത് കളയാൻ, It stops you from meditating your word. ചർച്ചിൽ പോകുന്ന നീ ഒരു നാമധേയമായി വിശ്വാസിയായി മാറാൻ, Even going to church, it's just for name's sake. പോയി എങ്ങനെയല്ലോ ഒന്ന് പോയി അല്ല എന്ന് തീർത്തിട്ട്, Just as in to show that you went to church. അതുകൊണ്ടാണ് ആത്മനിറവിൽ പ്രസംഗം നടക്കുമ്പോൾ ചിലർ ഇന്ന് പൊളയുന്നത്. എന്താ എപ്പോഴാണ് ഇത് തീരുന്നതെന്നുള്ള ചിന്ത. That is when the message is spoken and filled by the Holy Spirit, people are നിങ്ങളുടെ കാര്യമല്ല not പറഞ്ഞത്, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. I'm not talking about you. ചിലർ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി തീർന്ന് എങ്ങനെയും തീർന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന്. Many are thinking that this should finish quickly. കാരണം നമ്മുടെ മനസ്സിൽ അത്രേ ഉള്ളൂ, ഇന്ന് ഞായറാഴ്ചയായി പള്ളിയിലൊന്ന് പോകണം, പള്ളിയിൽ പോയിട്ട് എങ്ങനെയും ഒന്ന് മടങ്ങി വരണം, അത്രേ ഉള്ളൂ. Because the only agenda for Sunday is just to go and show your face on Sunday and then go back. ഞാനൊരു ദൈവവേദനയല്ല, ഞാനൊരു വിശ്വാസിയാണല്ലോ, അതുകൊണ്ട് എങ്ങനെയും ഒന്ന് പള്ളിയിൽ പോകണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. I'm called a believer, so I have to go to the church. നിന്റെ പ്രാർത്ഥന മുടക്കിപ്പിക്കുമ്പോൾ, When your prayer is നിന്റെ being കൂട്ടായ്മയിൽ stopped, നിന്നെ അകറ്റിക്കളയുമ്പോൾ, when you are taken away from the fellowship, പ്രാർത്ഥിക്കുവാൻ മുഴങ്കാലം അടക്കേണ്ട സമയത്ത് നീ വേറെ അവിടെ ഇവിടെ നടക്കുമ്പോൾ, when you should be in your knees and praying, നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വരും, the thought will come in your life. നമ്മൾ എന്തോ സൂപ്പർ സ്മാർട്ടായെന്ന്. We have become somebody smart. സ്നേഹത്തിന്റെ ഭാഷ പറയാം, Let me tell you in the നീ language of സൂപ്പർ love. സ്മാർട്ട് അല്ല, നീ പരാജയപ്പെട്ടു. It is not because you are smart, it's because you എന്റെ have മോനെ been നീ defeated. പെട്ടുപോയി. It is because you are defeated already. പെട്ടുപോയി മോനെ. It is എവിടെ പെട്ടുപോയി? why did you get defeated? നിനക്കെതിരെ വരച്ച തന്ത്രത്തിന്റെ അടുത്ത് നീ പെട്ടുപോയി. Because there was a scheme which was drawn against you and you fell in that നിന്നെ trap. തളർത്താൻ പിശാച് ഒരു വര വരച്ചിരുന്നു, ഒരു ഡ്രോ, അവനൊരു മാർക്കിംഗ് ഇട്ടു.
There was a line which the enemy drew അവനൊരു up for you. സ്ട്രാറ്റജി ഉണ്ടാക്കി. He had a strategy അവന്റെ against you. സ്ട്രാറ്റജി ഇതാണ്. His strategy was this. ഇവൻ ഇന്ന് പള്ളിയിൽ പോകുന്നുണ്ട്, He is going to ഇവന് church. ഇച്ചിരി ഉത്സാഹമൊക്കെ ഉണ്ട്, He has some zeal. ഇവന്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട്, ഇവൻ എന്തൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യണം He താല്പര്യമുണ്ട്, has some desires in his heart to do for the Lord. ഇവന് തീരുമാനം എടുത്തിട്ടുണ്ട് പ്രാർത്ഥനയ്ക്കൊക്കെ പോകണമെന്ന്. He has these desires that he has ഇവൻ to be കുറെ part of the തീരുമാനങ്ങൾ prayer. ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. He has taken some desires. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ് ഞാൻ? So what am I going to do? ഞാനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പോവാണ്. I'm going to draw a strategy. അടുത്ത 3 മാസത്തിനകം ഇവന്റെ ഷേപ്പ് മാറ്റണം. I'll change him in the next 3 months. നീ ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിൽ അകന്നു പോകുമ്പോൾ, Each time you turn away from God, നിന്റെ ഉള്ളിൽ പിന്മാറ്റം വരുമ്പോൾ, when you are backsliding in, പുറത്ത് കാണുന്ന പ്രകസനങ്ങളല്ല ഞാൻ ഈ പറയുന്നത്, I'm not talking about how you are showing in the outside world. ഞാൻ ഉള്ളിന്റെ അവസ്ഥ പറ്റിയേ I'm പറയുന്നത്. talking about your heart condition. ഇതേ എന്റെ പിതാവിന് അകന്നു പോകുമ്പോൾ When you are away from the ഒരു Lord, കാര്യം ഓർക്കണം, you should remember this. ജയിച്ചവൻ ആരാ? Who is the one who is victorious? ജയിച്ചവൻ ആരാ? Who won in this? ഹല്ലേലൂയ. ശത്രു ജയിച്ചു. The enemy won here. എനിക്ക് ഈ നമ്മുടെ ആനന്ദമായിട്ട് ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചു. Let's say that I have a problem with Anand. ഞാൻ എന്തൊക്കെയോ കാണിച്ച് പുള്ളിയെ ഒതുക്കിയെന്ന് വെച്ചു. Let's say I have made him I've made him ഞാൻ എന്നെ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയാ. I'm just taking this എന്റെ example. മനസ്സിലൊരു ചിന്ത വരും, I will have a thought in my mind. ഞാൻ അവനെ ഒതുക്കി, I've not let him grow. ഞാൻ അവനെ ഒതുക്കിയിരുത്തി. I have made him sit in this situation. ഹല്ലേലൂയ. അപ്പൊ പിശാച് എന്താ പറയുന്നത് അറിയാമോ? What did the devil say? ഞാൻ 2 എണ്ണത്തിനെ ഒതുക്കി. I have made sure that 2 of them can ഒരുത്തനെ grow. കൃപയെന്ന് മാറ്റി, One I have removed from grace, കൃപയെന്ന് മാറിയവനിൽ കൂടെ മറ്റവനെ ഒതുക്കി. and through him I have made the other one also ദൈവമക്കളെ not grow. മനസ്സിലാക്കണം, നമ്മുടെ അവകാശങ്ങളെ കൈവശമാക്കി മാറ്റിക്കളയുവാൻ വരുന്ന ശത്രു സൈന്യങ്ങളുണ്ട്. There is enemy army which is coming against us to take us away അവനൊരു from our അവസരം inheritance. തപ്പിക്കൊണ്ടിരിക്കുക. He is looking for an opportunity. അവൻ അതിന് നിന്റെ മുമ്പിൽ പല പുതിയ സാധനങ്ങൾ കൊണ്ടിടും. He will bring new things in your life. പുതിയ സാധനങ്ങൾ കൊണ്ടിടും. അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? Do you know what his desire is? എന്തോ ബുദ്ധിമുട്ടാണെന്നറിയാം ആത്മീയ വിഷയങ്ങളൊക്കെ പിടിച്ചു നിർത്താൻ. Do you know how difficult it is to keep us in the spiritual things? ഉഴപ്പാൻ ആരെങ്കിലും അഡ്വൈസ് കൊടുക്കണോ? If you give an advice to be lazy, കുറെ എക്സാമ്പിൾസ് എന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ എന്നെ തന്നെ കൺസ്ട്രെയിൻ ചെയ്യുക. I'm constraining myself by not giving you any examples here. ചില പാർട്ടികളൊക്കെ ഞാൻ ചില കാര്യങ്ങൾ നല്ലതിന് വേണ്ടി പറഞ്ഞു. I said certain things for good. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെല്ലാം പോയി, എല്ലാം ഒഴുകിപ്പോയി. After some time, everything went away. ഇനി അത് കൊണ്ടുവരണമെങ്കിൽ ഇനി ഞാൻ നാണം കെട്ട് പിന്നെയും പറയണം ഈ കാര്യങ്ങളൊക്കെ. If that needs to be brought back again, I have to say again. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇനി അത് തിരിച്ചു വരത്തുള്ളൂ. Only if I say that. ഞാൻ it can be brought back. പറഞ്ഞ ഉദ്ദേശം എന്താ അറിയാമോ? Did you understand what I'm trying to tell here? ആത്മീകമായി നല്ല അനുഭവങ്ങളെ നിലനിർത്തണമെങ്കിൽ ബുദ്ധിമുട്ടാ, ഉഴപ്പാനാണെങ്കിൽ എളുപ്പമാ. It is difficult to sustain in good spiritual experiences, but if you want to be lazy, പിന്നെ പിശാച് നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയും കൂടെ കൊണ്ടുവരും ചിലരുടെയൊക്കെ. and the devil will bring certain thoughts in the mind ഈ as well. ഉഴപ്പൊക്കെ വലിയ കാര്യമാണ്, നമ്മൾ ഏതാണ്ടായെന്നുള്ള രീതിയിൽ. The laziness that you are showing, it's not a big deal. ഓർക്കണം, ശത്രു നിനക്ക് കിട്ടിയിരിക്കുന്ന ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ പൊസഷൻസിനെ നിന്നിൽ നിന്ന് മാറ്റിക്കളയുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. Remember this, the devil will try to keep you away from the inheritance, from the possessions that God has given you. ഓക്കെ, മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. Let me say one more thing and let me finish. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ After this prayer, ദൈവത്തിന്റെ ശബ്ദം യഹോശാഫാത്തും കൂട്ടരെടുക്കൽ വന്നു. Jehoshaphat heard the voice of God. അതിന് 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, When we read verse 15, വായിച്ചു. Do not, verse 15. He said, listen carefully, all Judah and your inhabitants of Jerusalem, the King Jehoshaphat. This is what the Lord said. Do not be afraid or discouraged because of this vast number, for the battle is not yours but God's. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശഫാത്ത് രാജാവായുള്ളവരെ കേട്ടുകൊള്ളുവീൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ലല്ലോ, യഹോവ ദൈവത്തിൻ്റെതത്രേ. യുദ്ധം യഹോവയ്ക്കുള്ളത്. The battle belongs to the Lord. എപ്പോഴാണ് യുദ്ധം യഹോവയ്ക്കാവുന്നത്? When is the battle സിമ്പിൾ ആൻസർ പറയാം. സിമ്പിൾ ആൻസർ പറയാം. The answer is very simple. നീ നിന്റെ യുദ്ധം യഹോവയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ, When you hand over your battle to our God. നിന്റെ പ്രതിസന്ധികളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ, When you hand over our problems to God. ഇവിടെ യഹോശാഫാത്ത് കർത്താവേ ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. Jehoshaphat is submitting that, Lord, we cannot do anything. അത് കഴിഞ്ഞ് ഒത്തിരി കാര്യങ്ങളാണ്. ഇവർക്ക് യുദ്ധം പോലും ചെയ്യാതെ ഇവർക്ക് ജയം കിട്ടി. When we read down, we'll see that they did not even have to fight the battle. കാരണം എന്താണ്? What was the reason? തന്റെ അവസ്ഥ സമ്മതിച്ച് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചു. Because he accepted his situation, condition, and seek the face of God. അതുകൊണ്ട് എന്താ പറ്റിയത്? യഹോവ യുദ്ധം കൈയിലേറ്റു. Because then God took the battle in his own hands. യുദ്ധം യഹോവയ്ക്കുള്ളത്. The battle belongs to the Lord. നിനക്കുള്ള, നിനക്ക് നീ ഫൈറ്റ് ചെയ്യണ്ട. It's not ours to fight. ഹല്ലേലൂയ.
ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മൾ നമ്മുടെ യുദ്ധങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ, Today, dear people of God, when we hand over our battles to the Lord, നമ്മുടെ പ്രതിസന്ധികളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ, when we give our problems to God, നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു ശബ്ദമുണ്ട്. there is a sound that we are going to hear. ആ ശബ്ദം എന്താണെന്നറിയാമോ? Do you know what the sound is? യുദ്ധം നിനക്കല്ല, യുദ്ധം എനിക്കുള്ളത്. The battle is not yours, the battle is ഞാൻ mine. തന്നെ യുദ്ധം ചെയ്യും, I will fight the battle. നിന്നെ വിടുവിക്കും. I will make you ഞാൻ victorious. നിനക്ക് തന്ന അവകാശത്തെ The inheritance I have given you, പിശാച് തട്ടിക്കൊണ്ട് പോകുവാൻ ഞാൻ I will സമ്മതിക്കത്തില്ല. not let the devil take it, snatch it നിനക്കെതിരെ from വരുന്ന you. ശത്രു സൈന്യം എത്ര വലുതാണെങ്കിലും, How much big the enemy army is against you, എത്ര വലിയ പ്രശ്നമാണെങ്കിലും, how much ever the big the problem is in your life, എത്ര വലിയ ചലഞ്ചാണെങ്കിലും, the biggest challenge in your life, ഒരു കാര്യം ഓർക്കണം, you should remember one thing. യഹോവ യുദ്ധം ഏറ്റെടുത്താൽ If our Lord takes up the battle, ഒന്നും വലുതല്ല. nothing is bigger. എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ വലുതായി നിൽക്കുന്ന ഒരു പ്രശ്നവുമില്ല. There is nothing big in the presence of our Lord. ഒരു സൈന്യവും എൻ്റെ യഹോവയുടെ മുമ്പിൽ വലുതല്ല. There is no multitude, there is no army against our നമ്മളിലുള്ളവൻ Lord. ലോകത്തുള്ളവരെക്കാൾ വലുതാണ്. We know that the one who is in us is bigger than one who is in the world. ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ സ്തുതിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം, Let me say this, the one whom you pray to, whom you praise, whom you worship, our God. ആ ദൈവത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നത്തിനും പരിഹാരം വരുത്തുവാൻ കഴിയുന്നവനാണ്. That our God has the power to solve the biggest problem അത് in ഞാൻ this പറഞ്ഞപ്പോൾ world. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് ചുമ്മാ അങ്ങ് പാസ്റ്റർ പറഞ്ഞാന്ന്. When I say this, you might think that pastor is saying this like without ഒരൊറ്റ any reason. ഉദാഹരണം തന്നിട്ട് നിർത്താം. I'll give you one example. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? What is the biggest problem in this എവിടാണ് world? കൈ മലർത്തുന്നത്? What is the place where people പറഞ്ഞേ, are വളരെ സിമ്പിൾ helpless? ആയിട്ടുള്ള ആൻസറാ. What's the answer to that? ഏതാ? എവിടാ കൈ മലർത്തുന്നത്? What is the place where people are more പറഞ്ഞേ helpless? എവിടാണ് ലാസ്റ്റ് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മാനുഷികമായി ചിന്തിച്ചാൽ, When you look at a person's life, ആത്മീയമായി ചിന്തിക്കേണ്ട, മാനുഷികമായി ചിന്തിച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? in a person's life, humanly speaking, what is the biggest problem? പറയാം, മരണം. It is death. മരണമല്ലേ? Isn't it death? മരണം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല. Once, if you die, there is nothing. അതിനു മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? Before that, you can do many things. അവസാന ശ്വാസം വരെയും പലതും ചെയ്യാൻ പറ്റും. Till the last breath, you can do something. മരിച്ച വിഷയത്തിൽ പരിഹാരം വരുത്തുന്ന ആരെങ്കിലും ഉണ്ടോ? Is there anybody who can resolve a problem which is dead? ഇല്ലല്ലോ. No. ഒരുത്തൻ്റെ കൈ പോയെങ്കിൽ ഒരു കൈ കൊണ്ട് അവൻ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. കാലില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്. ഈവൻ ഇനി കിഡ്നി ഫെയിൽ ആയവൻ്റെ ഒരു കിഡ്നി കൊണ്ട് വർക്ക് ചെയ്യാം, പല കാര്യങ്ങൾ ചെയ്യാം, ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, പല കാര്യങ്ങൾ ചെയ്യാം. If a hand is gone or a leg is gone or an organ is gone, there you can function otherwise, or you can do a transplant. വലിയ കടഭാരം വന്നു, അത് സോൾവ് ചെയ്യാം. If there are big debts, വലിയ you can solve തകർച്ചകൾ that. ജീവിതത്തിൽ വന്നു, അത് നമുക്ക് സോൾവ് ചെയ്യാം. If there are big defeats, even that can be solved. റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങൾ. A lot of things can be written off. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് മരണം. But there is one thing for which there is no solution, which is death. എന്നേക്കും 2000 വർഷങ്ങൾക്ക് മുമ്പ് But 2000 years ago, റോമൻ പടയാളികളെല്ലാം കൂടെ കൂടി the Roman soldiers ഒരുവനെ ക്രൂശിൽ കൊന്നു. killed someone on the cross. ആരായിരുന്നു? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. Who was that? It was our Lord Jesus. എന്ത് സംഭവിച്ചു? What happened? എന്ത് സംഭവിച്ചു? What happened? ഹല്ലേലൂയ. Amen. പാതാളത്തിന് അവനെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. The gates of hell could not hold him there. അവൻ മരണത്തെ ജയിച്ചു. He won over death. മരിച്ചവരെന്ന് ഉയർത്തി, ആദ്യജാതന ഉയർത്തെഴുന്നേറ്റു. He was the firstborn who was resurrected from the dead. ആ ഒരു പ്രത്യാശയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. That is the hope our God has അപ്പോൾ ഞാൻ given us. ചോദിച്ചില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന്? നമ്മുടെ ഒരു ഡയമെൻഷനിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് മരണം. From a human viewpoint, the biggest problem in a person's life is death. ആ മരണത്തെയും ജയിച്ചവനാണ് നമ്മൾ സ്തുതിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. Our blessed Jesus is whom we praise, is one who has won over death. എത്ര പേർക്ക് മനസ്സിലായി? How many of you understood that? നിങ്ങളുടെ സ്വത്രം ഒന്നും കേട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല മനസ്സിലായെന്ന്. ഇന്ന് രാവിലെയും ഞാൻ അബ്ബാ പിതാവേ എന്ന് പറഞ്ഞ് വിളിച്ചപേക്ഷിച്ച്, Even today morning, when you prayed, Lord Father, Father God, എൻ്റെ യേശു അപ്പച്ചനെ ഞാൻ വിളിച്ചപ്പോൾ, when I called unto my Lord Jesus, ഞാൻ വിളിച്ചത് ആരെയാണെന്നറിയാമോ? do you know whom I called? ഒരു മെഡിസിൻ തരാൻ കഴിവുള്ളവനല്ല, Not to one who can give me a medicine, ഒരു സർജറി ചെയ്യാൻ കഴിവുള്ളവനല്ല, not to one who can do a surgery, കുറച്ച് പൈസ തരാൻ കഴിവുള്ളവനല്ല, not to one who can give some money, മരണത്തെ ജയിച്ചവനെയാ. but the one who had victory over death, മരണത്തെ ജയിച്ചവൻ. won over death. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നത് ഈ മക്കളെ, And the dear people of God who are listening to me, മരണത്തെ ജയിച്ചവൻ നമ്മളോട് കൂടെയുണ്ടെങ്കിൽ
If the one who has triumphed over death, he is with us. അവന്റെ മുഖം അന്വേഷിച്ചാൽ If you seek his face, അവന് പരിഹാരം വരുത്താൻ പറ്റാത്ത എന്തെങ്കിലും വിഷയമുണ്ടോ? is there any problem in your life which he cannot fix, he cannot നമ്മൾ solve? പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ When we face challenges, ഒരു കാര്യം ഓർക്കണം. you should remember this. ഹല്ലേലൂയ. അവൻ തകർക്കുവാനും കഴിയും, അവന് പണിയുവാനും കഴിയും. He can build you and he can destroy ഈ you. തകർന്നു പോയതിനെ വീണ്ടും അവന് പണിയുവാൻ കഴിയും. Even the ones which has been destroyed, he can build up. നഷ്ടപ്പെട്ടു പോയെന്നുള്ളതിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ അവന് കഴിയും. The ones which we think are lost, he can restore. നിന്റെ ജീവിതത്തിനെതിരെ കടന്നു വരുന്ന സകല വെല്ലുവിളികളെയും ഹല്ലേലൂയ അവന് പരിഹാരം വരുത്തുവാൻ കഴിയും. All the challenges that come against your life, our Lord is able to give you deliverance in ശത്രുവിന്റെ that. തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ What's the നിനക്ക് scheme of the അവകാശമായത് ദൈവം ദാനമായി തന്നൊക്കെ നിന്നിൽ നിന്ന് എടുത്തു കളയുവാനാണ്. The scheme of the devil is to take away what God has given you as inheritance. ശത്രു ഗാങ് അപ്പ് ചെയ്ത് നിനക്കെതിരെ വരുന്നത് നിന്നിൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപ നിന്നിൽ നിന്ന് മാറ്റിക്കളയുവാൻ വേണ്ടിയാണ്. The enemy forms an army and comes against you to take the grace of God from you. പക്ഷേ നീ യുദ്ധം യഹോവയ്ക്ക് ഏൽപ്പിക്കുമ്പോൾ, നീ താഴ്മയോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നീ കേൾക്കാൻ പോകുന്ന ഒരു ശബ്ദമുണ്ട്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. When you give the battle to the Lord, when you submit in his presence with humility, you will hear one voice, the battle belongs to the Lord. മരണത്തെ ജയിച്ചവന്റെ മുമ്പിൽ വലിയ വിഷയം വേറെ എന്തെങ്കിലും ഉണ്ടോ? Is there anything which is a bigger problem to one who has won over victory? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കിക്കേ. You think about this. ഹല്ലേലൂയ. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നവന്റെ മുമ്പിൽ വേറെ എന്ത് വിഷയമാ ഉള്ളത്? Which problem stands before the one who has come out resurrected from the dead? ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് നമ്മൾ ഇന്ന് പകൽ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. We are praising and worshiping that Lord. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന പറ്റുന്നവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. Let's close our eyes and stand up in God's presence. മരണത്തെ ജയിച്ചവനാണ് അവൻ. Our God has won over death. അവന് കഴിയാത്ത കാര്യമൊന്നുമില്ല. Is there anything which is impossible to him? ഹല്ലേലൂയ. നാം അവന്റെ നാമത്തെയാണ് പുകഴ്ത്തുന്നത്. We are praising his name. അവന്റെ നാമത്തെയാണ് നാം ഇന്ന് പകൽ ഉയർത്തുന്നത്. We are praising his name. അവനൊപ്പം തുല്യം പറയാൻ ആരുമില്ല. There is nobody who can stand alongside him. ജീവിതത്തിന്റെ മേഖലകളിൽ എവിടെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചെങ്കിൽ, If there is in any realms of your life that you have faced defeat, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ട് പരാജയങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചെങ്കിൽ, if there was anything that we tried to do ഇന്ന് for പകൽ ourselves കർത്താവിന്റെ and faced സന്നിധിയിലേക്ക് defeat, ഒന്ന് മടങ്ങി വരുമ്പോൾ അവൻ നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. let us come back to the presence of God and he will restore us. ശത്രുതന്ത്രങ്ങൾ നിനക്കെതിരെ ആഞ്ഞടിക്കുന്നു എന്നൊക്കെ തോന്നുമ്പോഴും, When the schemes of the enemy is against you, ഞാൻ ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. listen to this carefully. ശത്രുവിന്റെ പോരാട്ടം നിന്നെ രോഗിയാക്കാനോ അല്ലെങ്കിൽ നിനക്ക് നഷ്ടമുണ്ടാക്കാനോ ആക്സിഡന്റ് ഉണ്ടാക്കാനോ ഇങ്ങനെയുള്ള കാര്യത്തിൽ മാത്രമല്ല. The schemes of the devil is not to give you some sickness അവന്റെ or to അൾട്ടിമേറ്റ് give ടാർഗറ്റ് you some നിന്റെ loss. നിത്യതയാണ്. The ultimate target of our enemy, it is അതിനുവേണ്ടി your അവൻ നിന്നെ ഒത്തിരി eternity. വളരെ നല്ല കാര്യങ്ങളൊക്കെ നിനക്ക് തന്ന് നിന്റെ ആത്മീയ ജീവിതത്തിൽ അതിനകത്ത് ശോഷിപ്പിക്കാൻ ശ്രമിക്കും. He may give you some things which may seem good in our lives to take നീ you away അതിന് from your spiritual അതിന് life. അവസരം കൊടുക്കരുത്. But you should not give him the opportunity for നമ്മുടെ that. ദൈനംദിന ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ നമ്മൾ നോക്കണം, പിശാച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എവിടെയെങ്കിലും അറ്റാക്ക് ചെയ്യുന്നുണ്ടോ? In our daily life, we should look and see, നമ്മുടെ is the devil attacking that? പ്രാർത്ഥനാ ജീവിതത്തെ അവൻ പോരാടുന്നുണ്ടോ? പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥിക്കാൻ കഴിയാതെ Is he attacking our prayer life? നമ്മുടെ വചനധ്യാനം അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ? Is he stopping us from reading and നമ്മുടെ meditating the Bible? കൂട്ടായ്മയെ അവൻ ബാധിക്കുന്നുണ്ടോ? Is he stopping us from having നമ്മുടെ fellowship? വിറ്റ്നസിംഗിൽ അവൻ ബാധിക്കുന്നുണ്ടോ? Is he stopping you from doing witnessing? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആത്മീകമായി ദൈവസന്നിധിയിൽ വളരേണ്ടതിനെതിരെ അവൻ പോരാടുന്നുണ്ടോ? Is he attacking you at the places where you should grow in spiritual? ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ജയം നമുക്ക് ആവശ്യമാണ്. If that is happening, we need a victory in ഇന്ന് that. പകൽ ഏതെങ്കിലും ചലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ If you are facing any challenges in your life, മറന്നു പോകല്ലേ, do not forget, നമ്മൾ യേശുവിന്റെ പാദപീഠത്തിലാണ് കടന്നു വന്നിരിക്കുന്നത്. we have come in the presence at the feet of യേശുവിന്റെ God. പാദപീഠത്തിലാണ് നാം കടന്നു We have വന്നിരിക്കുന്നത്. come in the feet of our Lord Jesus. ആ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. At the name of our Lord, ആ യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. there is deliverance in the name of Jesus. അവന് തുല്യം പറയാൻ വേറൊരു നാമമില്ല. There is no name which can be said ഇന്ന് alongside പകൽ his name. ഹല്ലേലൂയ നമ്മൾ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. Let's sing a song. ആ സമയത്ത് നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. Let us submit ourselves to the hands അവന്റെ of മുഖം God. അന്വേഷിക്കുന്നവരെ വിടുവിക്കുന്നവനാണ് അവൻ. Our Lord delivers the one who seeks his face. അവന്റെ മുഖം നോക്കുന്നവരെ അവൻ ഒരിക്കലും കൈവിടുന്നവനല്ല. He never forsakes the one who seeks his face. ഇന്നുവരെ നിങ്ങൾ തന്നെ യുദ്ധം ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ, If you have tried to do your own battles, നിങ്ങൾ കാൽക്കുലേഷൻസ് ചെയ്തെങ്കിൽ, if you tried to ഇന്ന് work പകൽ out your നിങ്ങളുടെ battles, യുദ്ധമെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. let me tell you, let's give the battles to നീ God's hands. ഏൽപ്പിക്കുമ്പോൾ അവൻ ആ യുദ്ധം ഏറ്റെടുക്കുന്നവനാണ്. When we give that battle to him, he'll take the battle. ചില നിമിഷം കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. Let's Thank you, praise thank our you, Lord. thank you, thank you, thank you, Lord, thank you, Lord. Let us praise him. Hallelujah. മരണത്തെ ജയിച്ചവനാണ് നമ്മുടെ ദൈവം. He is the one who resurrected. Hallelujah. അവന്റെ നാമത്തെ നമുക്ക് ഉയർത്താം.